മൂകാംബിക ട്രിപ്പിന്റെ 4ാമത്തെ പാർട്ടാണ്. നമ്മൾ രാവിലെ തന്നെ മുല്ലപ്പൂവും വാങ്ങിച്ച് പാർക്കിംഗിൽ പോയപ്പോൾ നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടിൽ മൊത്തം വണ്ടിയായിട്ട് ബ്ലോക്ക് ആയി കിടക്കും. നമ്മളെല്ലാവരും കൂടെ പാർക്കിംഗ് ക്ലിയർ ആക്കി മൂകാംബിക പാർക്കിംഗിൽ നിന്ന് നമ്മളെ വണ്ടി പുറത്തിറക്കുകയാണ്. പാർക്കിംഗ് ഫീസ് 100 രൂപയാണ് ഇവർ ഇവിടെ ഈടാക്കുന്നത്. ഇന്ന് മൂകാംബികയും പരിസരവും മുഴുവനും മഴ കൊണ്ട് മൂടിയ കാലാവസ്ഥ. പാർക്കിംഗ് മുതൽ ക്ഷേത്രം വരെയുള്ള റോഡിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. ആണെങ്കിൽ കുറച്ചൊക്കെ ഓഫ് റോഡിംഗ് ആണ് ഇവിടെ എന്നും പറയാം. നമ്മുടെ ചെറുക്ക് ഇങ്ങനെ ലോങ്ങിൽ നിന്ന് കുണുങ്ങി വരുന്നത് കാണാൻ അത് വേറെ ലെവൽ ചന്തമാണ്. ഈ ട്രിപ്പ് കൺഫേം ആയപ്പോഴേ മനസ്സിൽ വിചാരിച്ച കാര്യമാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കൂടെ നമ്മുടെ ചെറുക്ക് ഇങ്ങനെ വളഞ്ഞു വരുന്ന വീഡിയോ എടുക്കണം എന്നുള്ളത്. ഇതാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ച ആ കാഴ്ച. ഇങ്ങനെ ഒരു കാഴ്ച വേറൊരു വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടില്ല. മൂകാംബിക ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലൂടെ നമ്മുടെ ചെറുക്ക് ഇങ്ങനെ വളഞ്ഞു വരുന്ന ആ കാഴ്ച എന്ത് രസമാണെന്ന്. അല്ലെങ്കിൽ ഈയിടെയായിട്ട് നമ്മുടെ ചെറുക്കിന് ഇച്ചിരി ലുക്ക് കൂടുതലാണ്. അങ്ങനെ കൊല്ലൂരിലേക്ക് മൂകാംബിക ക്ഷേത്രത്തിനോട് വിട പറഞ്ഞ് നമ്മൾ നേരെ യാത്ര തിരിച്ചു. ഇവിടുത്തെ കാടും ആസ്വദിച്ച് കാനേന്റെ പാതയിലൂടെ നമ്മുടെ ചെറുക്കിനെ ഓടിക്കുന്നത് അശ്വൻ തന്നെയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇനി അടുത്ത് പോകുന്നത് മുരുടേശ്വറിലേക്കാണ്. മൂകാംബിയിൽ നിന്ന് കറക്റ്റ് 57 കിലോമീറ്റർ ആണ് മുരുടേശ്വറിലേക്കുള്ളത്. ഇതിന്റെ അതിഥികളുള്ള ആർച്ച് കണ്ടപ്പോൾ ഞാൻ ഇറങ്ങി ഓടി. അണുപ്പത്ത് മഞ്ഞും കൊണ്ട് ഓടിയപ്പോ എന്റെ പൊന്നെ കിതച്ച് ഒരു പരിവായി. അവസാനം എങ്ങനെയൊക്കെ ഓടി കിതച്ച് ആർച്ചിന്റെ മറു സൈഡിൽ പിന്നെ അവന്റെ വരവായിരുന്നു. അരവിന്ദന്റെ അതിഥികളിൽ അരവിന്ദ വരുന്ന പോലെ. സിനിമ കണ്ട നാൾ മുതലേ മനസ്സിൽ കുറിച്ചിട്ടൊരു കാഴ്ച തന്നെയാണ്. മനസ്സിൽ കുറിച്ചിടാൻ വേണ്ടി മാത്രം എന്താണുള്ളതെന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല. പക്ഷെ ആ സിനിമ കണ്ട നാൾ മുതൽ ആഗ്രഹമായിരുന്നു നമ്മുടെ ചെറുക്കനെ ഇതുപോലെ കൊണ്ടുവരാൻ. അങ്ങനെ ആ വീഡിയോ എടുത്ത് നമ്മളെല്ലാവരും കൂടെ മുരുടേശ്വർ ലക്ഷ്യമാക്കി കാനന പാതയിലൂടെ യാത്ര ചെയ്തു. ഇവിടെ ഏതാണ്ട് 1 മണിക്കൂറുണ്ട് ഹൈവേയിൽ കയറാൻ. ഹൈവേയിൽ കയറുന്നത് വരെ ഇങ്ങനത്തെ കാനന പാത തന്നെ. അടുത്ത വീഡിയോ കാണാൻ ഫോളോ ചെയ്ത് കൂടെ കൂടണേ.